വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്നിട്ട് ഒരു ഗ്രാഫിക് ഡിസൈനറായിട്ട് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ജോബ് വേക്കൻസി വന്നിട്ടുണ്ട്. നമുക്ക് മന്ത്ലി സ്റ്റാർട്ടിങ് വരിക ഒരു 17,000 രൂപയാണ്. മന്ത്ലിയിലെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇയർലി ഒരു 2 ലക്ഷം രൂപ വരെയൊക്കെ എയിം ചെയ്യാനായിട്ട് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ജോബ് വേക്കൻസിയാണ്. പറയുമ്പോൾ തന്നെ നമുക്ക് ജോബാണ് അല്ലെങ്കിൽ വലിയ ഒരാളാണെന്നൊക്കെ തോന്നുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ജോബും കൂടിയല്ലേ ഗ്രാഫിക് ഡിസൈനർ. പറയുമ്പോൾ തന്നെ ഒരു ഉപ്പൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ ഇതുപോലത്തെ ഉള്ള ജോബൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു ജോബിന് വേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി, എക്സ്പീരിയൻസ് എത്ര വേണം എന്ന് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത്, നിങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമ്പനിയെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിന്റെ പേര് വരുന്നത് പറഞ്ഞാൽ ഗ്രാഫിക് ഡിസൈനർ ആണ്. നമുക്ക് വർക്ക് ഫ്രം ഹോം ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇമ്മീഡിയറ്റ്ലി ആയിട്ട് തന്നെ ഇവര് ഈ ഒരു വേക്കൻസി ഫില്ല് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ജോബിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിന് മുന്നേ ഇവര് വേക്കൻസി വന്നിരിക്കുന്നത് ഏത് കമ്പനിയാണെന്ന് വെച്ചാൽ പോയിട്ര എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഈ ഒരു കമ്പനി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന കലാസൃഷ്ടി സമഗ്രതകളുടെ ഒരു ബ്രാൻഡാണ്. പോളിമർ, കളിമണ്ണ്, ആർട്ടിസൻസ്, ഉയർന്ന നിലവാരത്തിലുള്ള പെയിന്റുകൾ, ബ്രഷുകൾ, ആർട്ട് ഉപകരണങ്ങൾ എന്നിവയാണ് ഈ ഒരു കമ്പനി നിർമ്മിക്കുന്നത്. ഇത് വിതരണം ചെയ്യുക, അതുപോലെ തന്നെ കളിപ്പാട്ടങ്ങൾ, ആഭരണങ്ങൾ നിർമ്മിക്കുക, പോളിമർ മണ്ണ് ഉപയോഗിച്ചുകൊണ്ട് ഇതൊക്കെ എന്ത് ചെയ്യണം, ഇവരിത് നിർമ്മിക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു കമ്പനിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് വേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിന് വേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Collaborating with the marketing team to develop engaging visuals and Amazon, Flipkart, Meesho. അപ്പോൾ മീഷോയിലും ഫ്ലിപ്കാർട്ട്, ആമസോൺ ഇതുപോലെയുള്ള ഓൺലൈൻ പർച്ചേസിങ് ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് മാർക്കറ്റിങ്ങിന് നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റിംഗ് ഡെവലപ്പ് ചെയ്യാം. പിന്നെ creating custom graphics for mail, email, campaign, website, banner and other digital platform to enhance our brand. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഡിസൈനിങ് ലേഔട്ട് ഫോർ പ്രിന്റ് മെറ്റീരിയൽ സച്ച് ആസ് വൗച്ചേഴ്സ്, ഫ്ലയേഴ്സ് ആൻഡ് ബിസിനസ് കാർഡ്സ്. അപ്പോൾ ബിസിനസ് കാർഡ്സും വൗച്ചേഴ്സിൻ്റെ ഒക്കെ പ്രിന്റ്സും ലേഔട്ട്സും ഒക്കെ നമ്മൾ എടുക്കണം. പിന്നെ യുണീക്ക് ലോഗോസ്, ബ്രാൻഡ് എലിമെന്റ്സ് റിഫ്ലക്ട് അവർ കമ്പനീസ് ഐഡന്റിറ്റി വാല്യൂസ്. അപ്പോൾ ലോഗോസും അതുപോലെ തന്നെ മറ്റ് ഐഡന്റിറ്റി കാർഡ്സും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനും വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. പിന്നെ എഡിറ്റിംഗ് ആൻഡ് റീടച്ചിങ് ഫോട്ടോസ് ടു എൻഷുർ ഹൈ ക്വാളിറ്റി ഇമേജസ് അവർ വേരിയസ് മാർക്കറ്റ് ചാനൽസ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള മാർക്കറ്റ് ചാനൽസിന് വീഡിയോസും ഫോട്ടോസും ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും യുണീക്കായിട്ട് നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ വെറൈറ്റീസ് കൊണ്ടുവരിക. പല കമ്പനിയുടെ ഇതുപോലെയുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണും, അതിനെക്കാട്ടിലൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതാണ് ഗ്രാഫിക് ഡിസൈനിങ്ങുകൾക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് എന്താണെന്നറിയാമല്ലോ, നമ്മൾ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്താൽ ആ കമ്പനിയുടെ ലോഗോസ് അതുപോലെ തന്നെ വീഡിയോസ് ഉണ്ടെങ്കിൽ അതല്ലാതെ അവരുടെ ഗ്രാഫിക്സ് ഉണ്ടല്ലോ, അവർ ഗ്രോത്ത് ചെയ്യുന്നതിൻ്റെ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവരെ കാട്ടിലും യൂണിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ എല്ലാം തന്നെ നമ്മൾ ഓൺലൈൻ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അല്ലേ. അപ്പൊ അതിന് വേണ്ടുന്ന ലോഗോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിലും ഒക്കെ നമ്മൾ വെറൈറ്റീസ് കൊണ്ടുവരിക, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഗ്രാഫിക് ഡിസൈനിങ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു ഗ്രാഫിക് ഡിസൈനറിങ് പഠിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ ഇത് 100% നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻസ് ഇല്ലാരും അല്ലേ. അപ്പോൾ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇവർ പറഞ്ഞിരിക്കുന്നത് മിനിമം 1 year എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, കുറഞ്ഞാൽ നമുക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പിന്നെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഫുൾ ടൈം അവൈലബിൾ ആയിരിക്കണം. എല്ലാ സമയത്തും നമ്മൾ എന്തായിരിക്കണം, അവൈലബിൾ ആയിരിക്കണം. പിന്നെ ലാപ്ടോപ്പും അതുപോലെ തന്നെ ഇന്റർനെറ്റ് കണക്ഷനും നമുക്കുണ്ടായിരിക്കണം. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ വർക്കിംഗ് ഡ്യൂറിങ് ഓഫർ അവേഴ്സ്, നോ സൈഡ്
എന്ന് വെച്ചാൽ നോ സൈഡ് വർക്ക് ഡ്യൂറിങ് ഓഫീസ് അവേഴ്സ്. അപ്പം നമ്മളിപ്പോൾ ജോയിൻ ചെയ്ത് ഓഫീസ് വർക്ക് സമയത്ത് മറ്റ് ജോലികളൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ്. ഇപ്പൊ വർക്ക് ഫ്രോം ഹോം ആകുമ്പോൾ നമ്മൾ പല ഡ്യൂട്ടീസും നമ്മൾ ഇടയ്ക്ക് ചെയ്യാറുണ്ട് അല്ലെ. ഇതൊന്നും അതൊന്നും അവരല്ലാതെ ചെയ്യത്തില്ല. ഓഫീസ് അവേഴ്സിൽ നമ്മൾ എന്താണ് ഫുൾ ടൈം അവൈലബിൾ ആയിരിക്കണം. അപ്പൊ ഇതൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ സ്റ്റാർട്ടിംഗ് സാലറി ഇച്ചിരി കുറവാണെന്ന് കരുതി നിങ്ങൾ ജോയിൻ ചെയ്യാതിരിക്കേണ്ട. കാരണം പിന്നീട് നമുക്ക് സാലറി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്ത് കിട്ടും. അപ്പൊ താല്പര്യമുള്ളവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കും. അപ്പൊ ഈ ഒരു ജോബിന് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ആപ്ലിക്കേഷന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഇതിന് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ചെന്നിട്ട് ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്താൻ പറ്റുന്നതാണ്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് ഇതിന്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ പേര് അഡ്രസ്സ് കൊടുക്കുക. നിങ്ങൾക്ക് ഇതിൽ എന്താണ് നിങ്ങളുടെ CV അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം പ്രൊഫൈലെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു ജോബിൻ്റെ ലിങ്ക് കൊടുത്തേക്കും. ആ ലിങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. ഞാൻ ലിങ്ക് എന്ന് വെച്ചാൽ ജോബിന് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഡൗൺലോഡ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻ്റെ പേര് ഞാനിവിടെ സ്ക്രീൻഷോട്ടായിട്ട് കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തിട്ട് ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം താല്പര്യമുള്ളവർ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് പ്രൊഫൈൽ കംപ്ലീറ്റ് ആയതിനു ശേഷം ജോബിന് അപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, സീ യു.